മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള ആസിഫ് അലിയെ നായകനാക്കിയിട്ട് ദിൻജിത്ത് അയ്യതൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ സിനിമ വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ ഈ ഒരു വിജയ കുതിപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ സിനിമ റിലീസ് ചെയ്ത ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് ആണ്. അതുപോലെ തന്നെ ഗംഭീര പ്രതികരണമാണ്. കണ്ടവർ തന്നെ കൂടെയുള്ളവരോട് കാണാൻ പറയുകയും കൂടെയുള്ളവരുടെ കൂടെ വീണ്ടും കാണാൻ പോകുന്നത് ഈ സിനിമയുടെ വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം മലയാള സിനിമ തിരക്കഥ കൊണ്ട് വേറിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ സംവിധാന മികവ് കൊണ്ടും അഭിനയിച്ചവരെല്ലാം തന്നെ കിടു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് സിനിമ വേറിട്ടൊരു അനുഭവമാണ് മലയാളികൾക്ക് നൽകുന്നത്. ഈ സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണർ റിലീസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അധികം ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു സാധാരണ നോർമൽ ചിത്രം പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് സിനിമ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഓണമായിട്ട് പോലും വലിയൊരു ആൾക്കൂട്ടം ഈ സിനിമയ്ക്ക് കയറിയില്ല. വെറും 45 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു സിനിമ ആ ദിനം കളക്ട് ചെയ്ത്. പിന്നീട് ആ ദിനങ്ങളിൽ കണ്ടവർ തന്നെ വീണ്ടും കാണാൻ കയറുകയും കാണാത്തവരോട് പോയി കാണാൻ പറയുകയും അതുപോലെയുള്ള മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വലിയൊരു തരംഗമായിട്ട് സിനിമ മാറി. സിനിമ കണ്ട അഭിപ്രായം പറയുന്ന യൂട്യൂബിലെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും സകലമാന റിവ്യൂവേഴ്സും ഒരേപോലെ ഒരേ സ്വരത്തിൽ പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഇതുവരെ കാണാത്ത വലിയൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ കോടികളുടെ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് വലിയൊരു വിജയ കുതിപ്പ് നേടുകയാണ്. ഈ കണക്കിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓണ സീസണിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രമായിട്ട് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമ മാറുമെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഉദിക്കുന്ന ഈ ഒരു സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം എത്ര കോടി നേടി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇന്നത്തേക്ക് 7 ദിവസം പിന്നിടുമ്പോൾ, അതായത് ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമ കേരളത്തിൽ നിന്ന് എത്ര കോടി എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം കളക്ഷൻ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമുക്ക് 7 ദിവസത്തെ കളക്ഷൻ അതുപോലെ തന്നെ ടോട്ടൽ കളക്ഷൻ നോക്കാം. ഈ സിനിമ റിലീസായ സെപ്റ്റംബർ മാസം 12-ാം തീയതി, അതായത് വ്യാഴാഴ്ച, വെറും 45 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്ത്. രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചത്തേക്ക് വരികയാണെങ്കിൽ 65 ലക്ഷം രൂപയായിട്ട് ചെറിയ രീതിയിൽ കളക്ഷൻ ഒന്ന് ഉയർന്നു. അതിനുശേഷം മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച 1,35,00,000 സിനിമയുടെ കളക്ഷൻ ഡബിൾ ആയിട്ട് ഉയർന്നത്. പിന്നീട് ഞായറാഴ്ച 1,95 ലക്ഷം രൂപയായിട്ട് മാറി. അതുപോലെ തന്നെ 5-ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച 2,50,00,000 വീണ്ടും ഉയർന്നു. അതുപോലെ തന്നെ 6-ാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ചത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2,40,00,000 രൂപയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. ഇനി നമ്മൾ 7 ദിവസമായിട്ടുള്ള ബുധനാഴ്ചത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2,50,00,000 രൂപയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് വന്നിട്ടുള്ള കണക്ക്. അപ്പോൾ ആകെ മൊത്തം ഈ സിനിമ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 11,80,00,000 രൂപയാണ്. ഈ സിനിമ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കണ്ടുവരുന്നുണ്ട്. കാരണം ചെറിയൊരു മുതൽ മുടക്കിൽ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്ന സിനിമ എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. സിനിമയിലെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമായിട്ട് വിജയരാഘവനും അതുപോലെ തന്നെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ജഗദീഷും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിജയരാഘവന്റെ പെർഫോമൻസ് തന്നെയാണ് കണ്ട ആളുകൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സിനിമ ഓരോ ദിവസം കഴിയുമ്പോഴും സ്ക്രീനുകളുടെ എണ്ണം അതുപോലെ തന്നെ ഷോകളുടെ എണ്ണം ഒക്കെ കൂടി വരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ സിനിമ അടുത്തൊന്നും OTT-യിൽ റിലീസ് ചെയ്യില്ല എന്നുള്ള ഒരു വാക്കുകൂടി തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി OTT-യിൽ വന്നിട്ട് കാണാമെന്നുള്ള ഒരു വിചാരം ആരും കരുതി വെക്കേണ്ട. കാരണം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. തിയേറ്ററിൽ പോയിട്ട് ജനക്കൂട്ടമായിട്ട് കണ്ടിരുന്ന് ലാസ്റ്റ് കൈയടിച്ച് ഇറങ്ങി വരേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഓണ സീസണിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രമായിട്ട് ഇത് മാറും. ഇനി OTT-യിൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് സിനിമ ഉണ്ടാവും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്.